ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ, ഇന്ത്യക്കാരെ അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരാനും വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്താനും കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും വലിയ ആശങ്കയാണ്. ഈ യുദ്ധഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലത്തു നിന്നും മലയാളികൾ വിളിക്കുന്നുണ്ട്, ഇന്ത്യക്കാരായ ആളുകൾ വിളിക്കുന്നുണ്ട്. അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ എംബസികളിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ട സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കണം. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ മുൻകൈയെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രയാസം ബഹ്റിൻ, ദുബൈ, അബുദാബി, ഖത്തർ എന്നീ സ്ഥലങ്ങളിലെ ആളുകൾക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റ് എല്ലായിടത്തും മലയാളികളായിട്ടുള്ള ആളുകൾ വിളിക്കുകയാണ്. അപ്പോൾ അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനും അവിടെ അവർക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ശ്രമിക്കണം. എംബസികൾ അലർട്ടായിരുന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. ഫ്ലൈറ്റുകൾ പോരാൻ കഴിയത്തില്ലെന്നാണ് അവർ പറയുന്നത്. വിമാന കമ്പനികളുമായിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നത് കൊണ്ട് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. മിക്കവാറും വിമാനത്താവളങ്ങളിൽ അറ്റാക്ക് ഉണ്ടാകുന്നു. ദുബായ്, അബുദാബി, ഖത്തർ എയർപോർട്ട് തുടങ്ങിയിട്ടുള്ള ബഹ്റിൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇന്നലെ രാത്രിയിലൊക്കെ വലിയ തോതിൽ അക്രമങ്ങൾ ഉണ്ടായെന്നാണ്. അതുകൊണ്ടാണ് എയർപോർട്ടുകൾ അടച്ചിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഏതായാലും വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ്. ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം പരിപൂർണമായി ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർക്ക് ഞാൻ കത്ത് അയച്ചിട്ടുള്ളത്.